യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു റൂം ക്ലീനിങ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാൻ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻട്രോയിൽ എന്താ വേറെ ഡ്രസ്സ്, ഇതിൽ എന്താ വേറെ ഡ്രസ്സ് എന്ന്. അത് വേറെ ഒന്നുമല്ല ഗൈസ്, ഞാൻ ഓൾറെഡി വേറെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇൻട്രോ എടുത്തതാണ്, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്യുന്നത് ബെഡാണ്. ബെഡിൽ കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഞാൻ ടേബിളിൻ്റെ പുറത്താണ് വെച്ചത്. അതിന് മുമ്പ് 2-3 ഷോർട്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു, ആ ഷോർട്സൊക്കെ എടുത്തു. അപ്പോൾ ഇതെനിക്കിത് ടാഗ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുറേ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് നാളത്തെ വീഡിയോയിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഇത് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാനേ. പിന്നെ ഞാൻ വേഗം ബെഡ്ഷീറ്റൊക്കെ മാറ്റുവാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ നേരത്തെ എടുത്തുകൊണ്ട് പോയ ബെഡ്ഷീറ്റ് മടക്കി കൊണ്ടുവന്നതല്ലേ എന്ന്. അല്ല ഗൈസ്, 2 ഒരേപോലത്തെ ബെഡ്ഷീറ്റ് ഉള്ളത് കൊണ്ടാണ്. അച്ഛന് ഞാൻ ശബരിമലയ്ക്ക് പോയപ്പോൾ ഒരേപോലത്തെ 2 പേർക്കും വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് ഇത്. ഇപ്പോൾ കണ്ടു, കുറച്ച് കളർ വ്യത്യാസമൊക്കെ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, കളർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ ഇത് വിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കീറിൽ നോക്കരുത് ഗൈസ്, ഇത് കുറേ വർഷമായി ഈ ബെഡ് വാങ്ങിച്ചിട്ട്, അതുകൊണ്ടാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒരു 10-150 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് തേരാ വാരാ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ കയറി ഇരുന്നിട്ടാണ് ഞാൻ വിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ എഴഞ്ഞെഴഞ്ഞൊക്കെയാണ് ഞാൻ വിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബെഡ് വിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ടോയ്സൊക്കെ വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബെഡിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഈ ഒരു തുണിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിനി ഈ ബക്കറ്റിൽ ഈ തുണികളൊക്കെ എടുത്തിടാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ലോണ്ടറി ബാസ്ക്കറ്റിലെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിങ് ടേബിളും ഈ ഒരു കബോർഡും കൂടിയിട്ട് വൃത്തിയാക്കാം. കബോർഡിൻ്റെ ഡോർ ഇതുവരെ വച്ചിട്ടില്ല കേട്ടോ, പൊട്ടിപ്പോയതാണേ. അങ്ങനെ നമ്മുടെ താഴത്തെ ഷെൽഫ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മേളിലത്തെ ഷെൽഫ് വൃത്തിയാക്കാം. ഓക്കെ, ഇങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിങ് ടേബിളിൻ്റെ ഭാഗവും മേക്കപ്പ് സാധനങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കാം. ഞാൻ എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം സംസാരിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതിൽ പകുതി ഞാൻ മ്യൂസിക്കാണ് ഇട്ടിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കിങ്ങനെ ഇതേപോലെ മ്യൂസിക് ഇട്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണോ ഇഷ്ടം, അതോ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ സംസാരിച്ചിടുന്നതാണ് ഇഷ്ടം എന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ മിണ്ടൂല കേട്ടോ. അപ്പം മറക്കാതെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന്. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്. എന്താണെന്ന് വെച്ചാൽ ബണ്ണൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഹെയർ ബണ്ണൊക്കെ നമ്മൾ ഈ ഒരു ഇതിലോട്ടാക്കിയിട്ട് അതെടുത്ത് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഗൈസ് എങ്ങനെയോ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിലും അച്ഛൻ വന്നിട്ട് പറഞ്ഞു ധ്യാനം ഇവിടെ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്, കുറച്ച് നേരത്തേക്ക് അവൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അച്ഛനമ്മ ഇവിടെ താഴെ വെള്ളം വരുന്നില്ല മോട്ടറിൽ, അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടൈം അത്രയ്ക്കൊന്നും ആയിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഗൈസ്. ഇപ്പം ഞാൻ ടൈം കാണിച്ചു തരാം. ദേ നോക്കിയേ ടൈം കണ്ടോ, ഒരു 12:31 ആ ഒരു ടൈം ആയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, കുറച്ച് പ്രൈസസ് ഉണ്ട്, ഇനിയും ഉണ്ട്, അത് കബോർഡിലാണ്. അത് 12:31 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യുമല്ലേ. ദാണ്ട് ഇവിടെ അച്ഛൻ ഒന്നിനും ലൈക്ക് ചെയ്തിട്ടില്ല. സോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണേ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മാറ്റി പോകരുത്, ഫുൾ വീഡിയോ ഇരുന്ന് കാണണം, എങ്കിലും എനിക്ക് വ്യൂസ് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കാത്തതുകൊണ്ടാണ് മ്യൂസിക് ഒന്നും ഇട്ട് കാണിക്കാത്തത്. എനിക്കിപ്പോൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാക്ക് ടു ക്ലീനിങ് ആയി ഗൈസ്. എൻ്റെ ചുണ്ട് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ നമുക്ക് എന്താണ് ഒതുക്കാനുള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ റൂമിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു വേസ്റ്റ് ബിന്നായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ചെവരിൻ്റെ കാരണം എത്രയൊക്കെ ചെയ്താലും പോവില്ല. അപ്പോൾ 2-3 months കഴിയുമ്പോൾ എന്തായാലും പെയിൻ്റ് അടിക്കും, അതൊക്കെ ആവും. പിന്നെ ഈ ഒരു ചെയർ, ഈ ഒരു ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഞാൻ എന്തിനാണ് ഇത്രയും നേരം ടവലിട്ട് മൂടി വെച്ചിരുന്നതെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല ഗൈസ്, അവിടെ ഞാൻ മൂടിയതല്ല, അത് മൂടി പോയതാണ്, അറിയാതെ കൈ തട്ടി ഇങ്ങോട്ട് പോയതാണ്, അത് ഞാൻ മൂടിയതൊന്നുമല്ല. പിന്നെ ഇവിടെ സോക്സ് ഉണ്ട്, യൂണിഫോം ഉണ്ട്, പിന്നെ പുറത്തിടുന്ന ഡ്രസ്സുണ്ട്, അത് ഇനിയും ഉണ്ട്. അത് അപ്പുറത്തെ റൂമിലെ കബോർഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്കിനി വൃത്തിയാക്കണം. പിന്നെ ഹാൻഡ് ബാഗ്, അത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് മാത്രമേ വൃത്തിയാക്കുകയുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിലാണ് ഞാൻ നോർമലി വീഡിയോസ് എടുക്കാറ്, അതായത് നോർമൽ വീഡിയോസ് എടുക്കാറ്, നമ്മൾ ഷോർട്സ് അങ്ങനത്തതൊക്കെ എടുക്കാറ്. ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ മിക്കപ്പോഴും കയ്യിൽ തന്നെ പിടിക്കാറ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വയ്ക്കും. ഇപ്പം നമ്മൾ വലിയ ഷൂട്ട്, അതായത് പുറത്തൊക്കെ പോയി എടുക്കുകയാണ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലാക്മേയുടെ നെയിൽ ക്ലീനിങ് സെറ്റ് അങ്ങനെ എന്തോ ആണ് പറയുന്നത്, എനിക്ക് മറന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് അപ്പുറത്തെ റൂമിൽ അച്ഛൻ്റെതാണ്. അപ്പോൾ ഇത് നമുക്ക് അവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ ഈ ചെയറും അപ്പുറത്തെ റൂമിൽ കൊണ്ട് വയ്ക്കേണ്ടതാണേ. അപ്പോൾ നമുക്ക് ഇനി ഒടിച്ചിട്ട് ഇത് ടേബിള് ഒന്ന് സെറ്റാക്കി എടുത്താലോ. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഫ്ലാഗ് എടുത്തുകൊണ്ട് പോയി വെച്ചു. എവിടെ വെച്ചെന്ന് ചോദിച്ചാണെങ്കിൽ ഇവിടെ ബ്രഷ് വെക്കുന്ന സ്ഥലം വേറെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ വെച്ചപ്പോൾ ശരിയായില്ല. അപ്പം ഞാൻ അതെടുത്തിട്ട് എന്താ പറയുക, നമ്മുടെ പെൻ സ്റ്റാൻഡ് അങ്ങനെ എന്ത് വേണം പറയാം, അവിടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നിങ്ങൾ പുറത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും, എല്ലാവരും ലൈറ്റ് കാണിച്ചിട്ട് ഉറങ്ങാൻ പോയിട്ടുണ്ട്. പക്ഷെ ഉറങ്ങില്ല, എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് അപ്പുറത്തെ റൂമിൽ കൊടുക്കാം. ഞാൻ ഈ ഒരു സ്കെച്ച് കവറിൽ വെക്കാൻ നോക്കി ഗൈസ്, അത് കവർക്ക് കീറി ഇരിക്കുന്നുണ്ട്, എത്ര നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയതാണേ. പിന്നെ മിറർ എത്ര ക്ലീൻ ചെയ്താൽ അത് ക്ലീൻ ആവില്ല, അതറിയാം. അതുകൊണ്ട് മിറർ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടേബിൾ ഡെക്കോറായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ റൂം മൊത്തം കാണിച്ചിട്ട് ഒരു വ്ളോഗ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റൂം ടൂർ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരൽ ഞൊടിച്ചിട്ട് ടേബിളൊക്കെ സെറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ എല്ലാം തൂത്ത് പറക്കിയിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കാണണ്ടേ.
ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ടൈം നിങ്ങൾ വിചാരിക്കുന്ന പോലെ 12 ആ ഒരു ടൈമല്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയത് 1 മണിക്കായിരുന്നു ഗൈസ്. ഇപ്പോൾ ടൈം 12 അതല്ല, ഇപ്പോൾ നമ്മളെ മോർണിംഗ് 11 o'clock ആ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഹാൻഡ് ബാഗ് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഹാൻഡ് ബാഗാണ്. ഫ്രണ്ട് പോർഷനിൽ പേർപ്പിൾ വിത്ത് വൈറ്റ് സ്റ്റോൺസും പിന്നീട് അതിൻ്റെ മുകളിൽ എന്താ പറയുക അത് കഴിഞ്ഞിട്ടുള്ള ലെയറിൽ സീക്വൻസ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് കളർ ബീഡ്സ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പേർപ്പിൾ കളർ കട്ട് ബീഡ്സ് വിത്ത് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് ആണ് വെച്ചിട്ടുള്ളത്. ബാക്കിലും അത് തുറക്കുന്ന ഭാഗത്തിലും ഞാനൊരു ഹാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു iPhone 17 Pro Max ഭയങ്കര റിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എത്രത്തോളം റിച്ചാണെന്ന് കണ്ടുകൊണ്ട്. ആപ്പിൾ ഫോണാണ്, പിന്നെ നമ്മുടെ നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയൊക്കെ ഉണ്ട്, നല്ല എന്താ പറയുക നല്ല റേറ്റുള്ള ഫോണാണ്. എനിക്ക് തോന്നുന്നു റിച്ച് ഗായാണ് ഇതൊക്കെ മേടിച്ചത്. എനിക്ക് തോന്നുന്നു റേറ്റ് അത്യാവശ്യം നല്ല റേറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ റേറ്റ് പറയുന്നത് ഒരു 1 lakh ആ ഒരു ഇതായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗസ് ചുമ്മാറിന് പറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടായിരുന്നു, അത് എണ്ണി നോക്കി. അപ്പോൾ അത് എണ്ണിയപ്പോഴത്തേക്കിലും 13,000 rupees ഉണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ബോർഡ് പേപ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബോർഡ് പേപ്പർ എന്തിനാണെന്ന്. ഇത് കണ്ടോ, ഈ ഒരു നല്ല ലക്ഷറി ആയിട്ടുള്ള പെൻ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് താഴെ ഇടുമ്പോൾ തന്നെ നല്ല വെയിറ്റാണ്. ഇതിങ്ങനെ തിരിക്കുമ്പം വരുന്ന പെന്നാണ്, ടിക് ടാക് പെന്നല്ല ഗൈസ്. കണ്ടോ, അപ്പോൾ ഞാൻ ഇതിൽ വെറുതെ നമുക്ക് ഇങ്ങനെ ബോർഡിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് സൈൻ ചെയ്യാം. ഇത് കണ്ടോ, ഇതൊരു പേപ്പറാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്യട്ടെ. ഒക്കെ കണ്ടോ, അപ്പോൾ നമുക്ക് ഇത് കീറി എടുക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ അറ്റത്ത് ഞാൻ തേച്ചിരിക്കുന്നത് പശ അല്ലല്ലോ, ആ സ്റ്റേബിളർ എന്തോ അടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വേഗം ഇളക്കിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ് കൊണ്ടൊക്കെയാണ് എനിക്ക് ഇത്ര പൈസയൊക്കെ കിട്ടിയത്. അത് പിന്നെ ഫുൾ ഓഫ് ഫൺ ചുറാൻ ലേബൽ ഒക്കെയാണ്, ചിൽഡ്രൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബാഗിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു പിഗി ബാങ്കാണ്. അപ്പോൾ ഈ പിഗി ബാങ്കിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് അറിയണ്ടേ? എന്നാൽ നമുക്കിത് നോക്കാം. ഇതുണ്ടോ, ഇതൊരു കോൾഗേറ്റ് പെട്ടിയാണ് ഗിസ്, അത് ഞാൻ ഇങ്ങോട്ടാക്കിയത്. അപ്പോൾ ഈ വലിയ ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് ഒരു ചന്ദ്രികയുടെ പെട്ടിയും അതിൻ്റെ അടുത്തേക്കുന്ന പിഗി ബാങ്ക് ഒരു ഡൗവിൻ്റെ പെട്ടിയോ ആണ്. അത് എന്താ പറയുക, അത് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മാറിപ്പോയതാണ് ഗിസ്. കണ്ടോ, ഞാൻ കാണിച്ച പോലെ കണ്ടോ, ഫുൾ ഓഫ് ഫൺ ചിൽഡ്രൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഗിസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ക്യാഷ് മടക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ പിഗി ബാങ്കിലോട്ട് ഇടാം. എത്രയൊക്കെ നമുക്ക് പൈസ ഉണ്ടായാലും സേവിങ്സ് മുഖ്യം പിഗിലേ. ഓക്കെ, നമ്മളങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വോയിസ് കുറവാണ്, മ്യൂസിക് ഇടും എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചെന്ന് വിചാരിക്കും. അങ്ങനെ അല്ല ഗീസ്, ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതെനിക്കറിയില്ല. പിന്നെ ഞാൻ നമ്മളുടെ പിഗി ബാങ്ക് പൊട്ടിച്ചു ഗീസ്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നാൽ ഞാൻ ഒരിക്കലും മിണ്ടില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ഓക്കെ, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉറപ്പായിട്ട് വേണം. എനിക്ക് തോന്നുന്നു ഒരു 3 months ആയിട്ടുണ്ടാവും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനങ്ങളൊക്കെ കാണിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് ദിസ് ഈസ് ദിയ ജ്യോതി ആൻഡ് ബൈ ഗൈസ്, ലവ് യു ആൾ.